don't say that in the news media that rescue We thought it has stopped. been stopped. It is now rescue survival nahi hai. Rescue recovery now. Recovery now, yes. Yeah. That they should not be relieved from here. They should hear only, and you have to give the direction to your government people that let them load there, and with that 80 hours for 2 or 3 machines, and let the vehicle come within 2 days, because tomorrow is 31st. On 1st, 2nd, 3rd, 4th, we will maximum daytime we will clear the mud or whatever possibility, and our brother Ishwar will be here only, okay, with his team. Yes. NDRF, SDRF, I will call, no problem. Government will give, our police department and district administration, they are ready. Okay. Then if we lose it, then the full half moon day, Amavasya day, 4th and 5th, there will be 0 water like minimum level. That day we will start diving and other things. 2 hours per day. 2 hours per day. 2 hours per day we will try. But you have to help us to bringing that vehicle without sending them back from Karwar. Yes. If they go on to again Tichur, then again discussion, and again these people have to come, it is difficult. If you want, we'll make a home arrest. Okay. Huh? Okay. Okay, thank you, Please sir. tell Thank you for your cooperation, sir. Actually, we But don't say that in the news media that rescue We thought it has stopped. been stopped. It is now rescue survival nahi hai. Rescue recovery now. recovery now, yes. Okay. Rescue survival is over. Rescue recovery. Bas. We will work on rescue recovery. ഒക്കെയാണ് കേട്ടോ. 2 പേര് വരും മാറുന്നുണ്ട് ഇവിടുന്ന് കേട്ടോ. മോശം നോക്കി. ഇപ്പം വെള്ളം കൂടിയിരിക്കുകയാണ്. അവിടെ ഒരു ഇത് അതിനിപ്പുറത്ത് 5 ഇതല്ല ദ്വീപല്ലായിരുന്നോ? അതിലിപ്പോൾ 1 2 3 മുങ്ങിയല്ലേ? പോയിന്റുകൾ പറഞ്ഞ 4 പോയിന്റ് അത് ഇവിടേക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പിന്നെ ഇതിന്റെ 2 സെൻട്രൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടേക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങനെ കുറച്ച് ഏരിയകളാണ്. ഈ അതല്ല കേട്ടോ, അങ്കൂമ്പാരത്തിന്റെ അടിയിൽ അല്ല. അതവിടെ മണ്ണ് നിറഞ്ഞ് രൂപപ്പെട്ട. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണെന്ന് പറഞ്ഞു? ജിതിൻ അല്ലേ? നമ്മുടെ അർജുൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡാണ് ജിതിനാണ്. ജിതിൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജിതിനിവിടെ വളരെ വിഷമതയോടുകൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അർജുനെ കിട്ടാതെ ഞാൻ ഇതുവരെ പോകുകയല്ലെന്ന് പറഞ്ഞു. എന്താണ് ഇതുവരെയുള്ള ഇതിൻ്റെ ഒരു ഇതിലിപ്പം സാറ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ, MLA സാറ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ 4-ാം തീയതി 5-ാം തീയതി ആകുമ്പോഴേക്ക് വെള്ളം അമാവാസി വെള്ളം നല്ലതുപോലെ കുറയുന്നതാണ് ഇവർ പറയുന്നത്. അപ്പം ആ സമയത്ത് തന്നെ മിഷന് ഈ 2 ദിവസം കൊണ്ട് എത്തിച്ചിട്ട് അതിന് നമ്മുടെ ഗവൺമെൻറ്റും ഇവരുടെ ഗവൺമെൻറ്റിനോട് സഹകരിച്ചിട്ടുള്ള പ്രവർത്തനമാണ് സാധ്യമാവുമെന്നാണ് MLA പറഞ്ഞിരിക്കുന്നത്. അവരവിടുന്ന് വിട്ടു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 2-3 ദിവസം കൊണ്ട് ഇത് ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ ഈശ്വർ വന്നിട്ട് ഡൈവ് ചെയ്തിട്ട് എടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതുവരെ ഇപ്പോൾ MLA എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷൻ നിർത്തിയിട്ടില്ല, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് ഇനി അത് മിഷൻ വരണം. അതെ, നമ്മുടെ സൈഡിൽ നിന്നുള്ള മിഷൻ വന്നിട്ട് ഇനി ഒരു ഇപ്പം തന്നെ സാധ്യമാകും. അപ്പോൾ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ഒഴുക്ക് ഭയങ്കര ശക്തമായിട്ടുണ്ടല്ലേ? ശക്തമായതാണ് ഒഴുക്ക്, ശക്തമായിട്ടുള്ള ഒഴുക്കുണ്ട്. അപ്പോൾ അതിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് MLAയും ടീമും കേരളത്തിൽ നിന്നുള്ള സംഘങ്ങളല്ലേ, കേരളത്തിൽ നിന്നുള്ള 3 പേര്, അവർ 3 പേര് എത്തിയിട്ട് അത് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഇവിടെ 2 പേര് കാവലാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരിവിടുന്ന് മാറുന്നില്ല. ഏതെ കണ്ടില്ലേ, കണ്ണ് നനയിക്കുന്നൊരു കാശി. ഇപ്പോൾ തന്നെ വയനാട്ടിൽ തന്നെ കണ്ടു, എത്രയോ പേരുടെ ജീവിതമാണില്ല മണ്ണിനടിയിലായിരിക്കുന്നത്. വളരെ സങ്കടകരമായൊരു കാര്യമാണ് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും അവരുടെ ഭാഗത്തു നിന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് ശക്തമായിട്ട് പറയുന്നുണ്ട്.
അക്കരെ സൈഡ് കാണുമ്പോഴേ നമ്മൾ ഇവിടെ ഇപ്പോൾ MLA ചോദിച്ച കാര്യങ്ങൾ എല്ലാം ആവശ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ മേലെ DC-നെ അറിയിക്കും, നമ്മുടെ തൃശ്ശൂർ കളക്ടറെ അറിയിക്കും, ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ട് ഈ മെഷീൻ കൊണ്ടുവരാനുള്ള മൊത്തം പരിപാടി എന്താണെന്നുള്ളത് ഇവിടുത്തെ കളക്ടറെ അറിയിക്കുകയാണ്. ഈ ഇത്രയും ഒഴുക്ക് കൂടുതലുള്ളതും ഇത്രയും ആഴം കൂടുതലുള്ളത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ സഹായിക്കാമെന്ന് ഇപ്പോൾ ഓൾറെഡി MLA സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ഉറപ്പ് ഇവിടുന്ന് തരികയാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. അവനിങ്ങനെ കാവലടിച്ച് നിൽക്കുകയാണ്. ആര് വന്നാലും കാവലടിച്ച് നിൽക്കുകയാണ്. എന്തായാലും കേരളത്തിൽ നിന്ന് അവർ പഠനത്തിന് വന്നു ചെക്ക് ചെയ്തതിന് ശേഷം അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവർ റിപ്പോർട്ട് പഠിച്ചിട്ട് റിപ്പോർട്ട് DC-ക്ക് സബ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനുശേഷം ഇനിയും അവിടെ നിന്ന് സാങ്ഷൻ വന്നതിന് ശേഷം മെഷീൻ കൊണ്ട് നേരെ അവിടെ നിന്ന് ബൈ റോഡോ എങ്ങനെയും അത് കൊണ്ടുവരണം എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വെള്ളം അതായത് ഏറ്റവും വേലിയിറക്കം സമയമുണ്ടല്ലോ, ആ സമയത്ത് ഒരു 2 മണിക്കൂർ സമയത്ത് നുള്ളായിട്ട് വെള്ളം ചെറുതായിട്ട് കുറയുന്ന ഒരു സമയത്ത് അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ MLA ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈശ്വർ മാൽപേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും അവരുടെ കൂടെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ഇവിടുത്തെ ഫിഷർമാൻസും അവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ വെള്ളത്തിൻ്റെ കുത്തിയോല് കണ്ടില്ലേ. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ 1, 2, 3, 4, 5 ഓളം ദ്വീപുകളുണ്ട്. ഇപ്പോൾ അതെല്ലാം മൂടിയിരിക്കുകയാണ്. ശക്തമായ ഒഴുക്കാണ്, നീരൊഴുക്കാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു 4 സ്പോട്ടിലായിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയെല്ലാം വരും ദിവസങ്ങളിൽ കാണാം അതിൻ്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളും കണ്ടില്ലേ. അപ്പോൾ അതോടൊപ്പം നമ്മുടെ വയനാട്ടിലെ അവസ്ഥ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. ഒരുപാട് പേര് മണ്ണടിയിലായിരിക്കുന്നു എന്ന് കേട്ടു. വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. എന്തായാലും ഇനിയും കേരളത്തിൻ്റെ ഒരു റിപ്ലൈയും കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ ഇത്രയും പെട്ടെന്ന് വന്നല്ലോ, അത് തന്നെ വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യം. എന്തായാലും വെയിറ്റിങ്ങിലാണ് ഇനിയുള്ള അപ്ഡേറ്റിന് വേണ്ടി. ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗംഗാവലി നദിയിൽ. അതിലെ മരങ്ങളും ഒക്കെ ഒലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പൂളം മരങ്ങളൊക്കെ ഒലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കല്ലും മണ്ണും എല്ലാം ഇന്നലെ നിങ്ങളൊരു വീഡിയോയ്ക്കകത്ത് കണ്ടിരുന്നിടത്ത് കല്ലും മണ്ണും എല്ലാം കിടക്കുന്നു. ഒരുപാട് കല്ലൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. കല്ലും പാറ കഷ്ണമൊക്കെ കിടക്കുന്നു നോക്കി. അങ്ങനെ